അഹ്മദുഹു നസല്ലി അലാ റസൂലിൽ കരീം അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഉറുമ്പുകൾ മാതൃക എന്ന ഭാഗമാണ്. ആഗോള ചക്രവർത്തിയായിരുന്ന സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരു ദിവസം പരിവാര സമേതം യാത്ര ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിന്റെ പരിവാരം ഒരു സൈന്യത്തോളം തന്നെ വലുതായിരുന്നു. മനുഷ്യർക്ക് പുറമെ ജിന്നുകളും മൃഗങ്ങളും പക്ഷികളും അടങ്ങിയതായിരുന്നു ആ സൈന്യം. പക്ഷി മൃഗാദികളുടേതുപോലെ തന്നെ ഉറുമ്പുകളുടെ മാതൃക ഭാഷ അറിയാമായിരുന്ന സുലൈമാൻ നബി അലൈഹിസ്സലാം പെട്ടെന്ന് തന്നെ അവിടെ നിന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ പരിവാരവും ഉജ്ജ്വലമായി. നബി ഉറുമ്പുകളുടെ ചലനം ശ്രദ്ധിച്ചു നോക്കി. അച്ചടക്കമുള്ള തന്റെ സൈന്യത്തെ പോലും അതിശയിപ്പിക്കുന്ന രീതിയിൽ ഉറുമ്പുകൾ പട്ടാള ചിട്ടയോടുകൂടി മാർച്ച് ചെയ്യുന്നു. ഉറുമ്പുകളിലെ സേനാധിപൻ വിളിച്ചു പറഞ്ഞു, ഉറുമ്പുകളെ, സുലൈമാനും പരിവാരവും അറിയാതെ പോലും നിങ്ങളെ ചവിട്ടിപ്പോകാതിരിക്കണമെങ്കിൽ നിങ്ങൾ പാർപ്പിടങ്ങളിലേക്ക് ഉടൻ പ്രവേശിച്ചു കൊള്ളുക. സുലൈമാൻ നബി അലൈഹിസ്സലാം ഉറുമ്പുകളുടെ സേനാധിപന്റെ ഈ വാക്കുകൾ കേട്ട് പുഞ്ചിരി തൂകി. ചിന്തനീയവും വിജ്ഞാനപ്രദവുമായ ഈ കാര്യം സുലൈമാൻ നബി അലൈഹിസ്സലാം തന്റെ അനുയായികൾക്ക് കാണിച്ചു കൊടുത്തു. ആത്മത്യാഗവും നിസ്വാർത്ഥമായവും ഈ ശുദ്ധജീവികൾ ആദരണീയ മാതൃകയായി തീർക്കുന്നു. കാരുണ്യത്തിന്റെ നിറകുടമായ സുലൈമാൻ നബി അലൈഹിസ്സലാം തന്റെ സൈന്യത്തിനു നേരെ തിരിഞ്ഞുകൊണ്ട് ഇപ്രകാരം കൽപ്പിച്ചു, ഉറുമ്പുകളുടെ മാളത്തിൽ നിന്നും മാറി മുന്നോട്ട് സഞ്ചരിക്കുക. സർവജ്ഞാനിയാണെന്ന് അഭിമാനിക്കുന്ന മനുഷ്യർക്കില്ലാത്ത ചില കഴിവുകൾ മറ്റു ജീവികൾക്കുമുണ്ട്. നാം നിസ്സാരമായി കാണുന്ന ഉറുമ്പുകൾ അക്കൂട്ടത്തിൽ പെട്ടവയാണ്. ഉറുമ്പുകളുടെ അച്ചടക്കവും സംയമനശീലവും ആത്മത്യാഗവും ഈ മനുഷ്യർക്ക് എക്കാലവും മാതൃകയാണെന്ന് ഈ ചെറുകഥയിൽ നിന്നും വ്യക്തമാണല്ലോ. ഈ കഥയിലെ ഗുണപാഠം ഉൾക്കൊണ്ട് ജീവിക്കുവാൻ നാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ കഥാകഥനം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്. ചെസ് നമ്പർ 166.